എപ്പിസോഡ് ഈ സീരീസിലെ ലാസ്റ്റ് എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൻ്റെ തുടക്കം കാണിക്കുന്നത് പോലീസുകാർ ജെൻസിൻ്റെ വീട് പരിശോധിക്കുകയാണ്. അപ്പോൾ ബോസ് ഹെസിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞങ്ങളിവിടെ നോക്കിയിട്ട് ഒന്നും കിട്ടണില്ല. അപ്പോൾ ഹെസ് പറയും, ശരിക്കും നോക്കൂ, അവിടെ എന്തെങ്കിലും എവിടേക്കാണ് പോയെന്നുള്ളതിന് എന്തെങ്കിലും ഒരു തെളിവുണ്ടാകും. അപ്പോൾ ഈ ബോസ് പറയാണ്, ജെൻസ് 18 വയസ്സ് കഴിഞ്ഞപ്പോൾ ഈ ടോക്ക് എന്നുള്ള പേര് മാറ്റി ജെൻസ് എന്ന് പറഞ്ഞ ഐഡൻറ്റിറ്റിയിലാണ് താമസിച്ചത്. സെമിനാർ ഉണ്ടെന്ന് പറഞ്ഞതൊക്കെ കള്ളമാണ്. തുളിൻ്റെ അച്ഛനെ വിളിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞത് സ്കൂളിൻ്റെ ഇവൻറ്റിൽ തുളിനുണ്ടായിരുന്നു. അവിടെ വെച്ച് ടീച്ചറോട് ഈ ചെസ്നട്ടിനെ കുറിച്ച് എന്തോ ഡീറ്റെയിൽസ് ചോദിച്ചു. പിന്നെ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് ചെയ്തത്. ഞങ്ങളിവിടെ എല്ലാ സ്ഥലവും ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹെസ് പറയും, ഒരു കാര്യം ചെയ്യാം, ഞാനും അങ്ങോട്ട് വരാം. പിന്നെ കാണിക്കുന്നത് തുളിനും ജെൻസിനാണ്. തുളിൻ ആ ഫാം ഹൗസിന് ചുറ്റും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജെൻസ് കാറിൽ തന്നെയാണ് ഇരിക്കണേ. കാറിലിരുന്ന് ആരെയും ഫോൺ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയും, ഇന്ന് നമുക്ക് നല്ല ദിവസമാണ്, എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാം. തുളിൻ ജെൻസിനോട് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറയും. ജെൻസ് ചെന്നിട്ട് തുളിനെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പറയും, ആ മരം ചിലപ്പോൾ ശരിയായിരിക്കാം, പക്ഷേ ഈ സ്ഥലം കണ്ടിട്ട് ഇവിടെ കുറേ നാളായിട്ട് ആൾതാമസം ഇല്ലാത്ത പോലെയാണ് തോന്നണേ. അപ്പോൾ തുളിൻ മേളിലേക്ക് ചൂണ്ടിട്ട് പറയും, നോക്ക്, ആ CCTV ക്യാമറ കണ്ടോ, അത് പുതിയതാണ്. അതുമല്ല, ഈ ജനലിൽ കൂടെ നോക്കുമ്പോൾ അകത്ത് 2-3 ലാപ്ടോപ്പ് ഇരിക്കുന്നുണ്ട്. തുളിൻ അവിടെ കിടന്ന കല്ലെടുത്തിട്ട് ഈ ഫ്രണ്ടിലെ ലോക്ക് പൊട്ടിക്കാൻ നോക്കുമ്പോൾ ജെൻസ് വീടിൻ്റെ കീ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കും. അപ്പോൾ തുളിൻ ഇങ്ങനെ നോക്കുമ്പോൾ പറയും, എനിക്ക് ആ ഫ്ലവർ പോട്ടിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയതാ. ഡോറ് തുറന്ന് തുളിൻ തോക്ക് എടുത്ത് അകത്തേക്ക് ചെല്ലാണ്. ജെൻസ് പുറത്തു നിന്ന് തുളിനെ ഇങ്ങനെ സഹതാപത്തോടെ നോക്കുന്നുണ്ട്. ഇനി വേറെ വഴിയില്ല. ജെൻസ് അകത്തേക്ക് കയറും. എന്നിട്ട് ഡോറ് ലോക്ക് ചെയ്യാണ്. തുളിനകത്ത് കയറിയിട്ട് പോലീസാണ്, ഇവിടെ ആരും ഇല്ലെന്നൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അങ്ങനെ കിച്ചണിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കമ്പ്യൂട്ടർ ഓൺ ആയിട്ടിരിക്കുകയാണ്. എന്നിട്ട് ജെൻസിനോട് പറയുന്നുണ്ട്, നോക്ക്, ഇത് നമ്മുടെ പോലീസിൻ്റെ ട്രാക്കിംഗ് എക്യുപ്മെൻ്റ് ആണ്. അവിടുത്തെ ചുമരിലൊക്കെ ഈ മരിച്ച വിക്ടിംസിൻ്റെ ഒക്കെ ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ട്. ജെൻസിനോട് പോലീസിനെ വിളിക്കാൻ പറയും. അപ്പോൾ ജെൻസ് പറയും, ഇല്ല, ഇപ്പം അതിന് സമയമൊന്നുമില്ല, ഞാൻ ഗസ്റ്റിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എനിക്കറിയായിരുന്നു ഇവിടുത്തെ ചെസ്നട്ട് ഉപയോഗിക്കുന്നത് വളരെ റിസ്ക് ആണെന്ന്. തുളിൻ ഇതൊക്കെ കേട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ചോദിക്കുന്നുണ്ട്, നീയാണോ അപ്പോൾ ഇതെല്ലാം ചെയ്തേ? ജെൻസിനോട് വേഗം തന്നെ തോക്കെടുത്തിട്ട് താഴെ ഇരിക്കാൻ പറയും. പക്ഷെ അപ്പോഴേക്കും ജെൻസ് ഒരു ക്ലോറോഫോം എടുത്ത് തുളിനെ മണപ്പിക്കും. അതോടെ ആൾ ബോധം കെട്ട് വീഴും. അപ്പോൾ ജെൻസ് പറയുന്നുണ്ട്, എത്ര പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞതാ വീട്ടിൽ പോകാമെന്ന്, നീ കേട്ടില്ല. അത് കഴിഞ്ഞ് കാണിക്കുന്നത് റോസയുടെ ഹസ്ബൻഡും മോനും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് വന്നേക്കാണ്. എന്നിട്ട് അയാൾ പറയും, ലിവ് പറഞ്ഞത് ഇവർ രണ്ടുപേരും കൂടി ഏതോ ഒരു പഴയ കേസിൻ്റെ ഡീറ്റെയിൽസ് നോക്കി. പിന്നെ റോസ ഒന്നും പറയാതെ അവിടെ നിന്ന് പോയി എന്നാണ്. അപ്പോൾ ബോസ് ഈ ജെൻസിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് ചോദിക്കും, ഇയാളെ അറിയാമോ? റോസയുടെ ഹസ്ബൻഡ് പറയും, ഇല്ല, ഇയാളുടെ പേര് ടോക്ക് എന്നാണ്. അങ്ങനെ ഒരു പേര് റോസ പറഞ്ഞ് ഓർമ്മയുണ്ടോ? അപ്പോൾ പറയും, ഇല്ല. ബോസ് പറയുന്നുണ്ട്, ടെൻഷനൊന്നും അടിക്കണ്ട, ഞങ്ങൾ എല്ലായിടത്തും നോക്കുന്നുണ്ട്. അപ്പോൾ മോനും വന്ന് ആശ്വസിപ്പിക്കുകയാണ്, എന്നെ അവർ കണ്ടുപിടിച്ചില്ലേ, അമ്മയെ അവർ കണ്ടുപിടിക്കും. പിന്നെ കാണിക്കുന്നത് ബോസ് ഹെസനെ വിളിച്ചിട്ട് പറയാണ്, പോലീസുകാർക്ക് ജെൻസിൻ്റെ വീട്ടിൽ നിന്ന് ആ നേഴ്സിൻ്റെ ബോയ്ഫ്രണ്ടിൻ്റെ ഡീറ്റെയിൽസ് മാത്രമേ കിട്ടിയുള്ളൂ. പിന്നെ ഒരു പെൺകുട്ടിയുടെ പഴയ ഫോട്ടോയും ബുക്ക് മാർക്ക് പോലെ ഏതോ ബുക്കിൽ വച്ചിരിക്കുമായിരുന്നു. ഹെസ് പറയുന്നുണ്ട്, അത് ആസ്ട്രിഡ് ആയിരിക്കും. പിന്നെ ലാപ്ടോപ്പിൽ നിന്ന് ഏതോ വീട് നിരീക്ഷിക്കുന്നതിൻ്റെ കുറേ ഫോട്ടോസും. അതിലെ ആ വീട്ടിലെ കിച്ചണിൻ്റെ പൊസിഷനാണ് കാണിക്കുന്നത്. അവിടെ ടേബിളിൽ കുറേ ന്യൂസ് പേപ്പർ കിടപ്പുന്നുണ്ട്. എല്ലാം ജർമ്മൻ ന്യൂസ് പേപ്പറാണ്. ഹെസ് പറയുന്നുണ്ട്, ഈ ഡീറ്റെയിൽസൊക്കെ എൻ്റെ ഫോണിലേക്ക് ഒന്ന് അയച്ചു തരാൻ. തുളിൻ്റെ ഫാദർ തുളിനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടണില്ല. അപ്പോൾ കൊച്ചിനോട് പറയുന്നുണ്ട്, ഇതേതോ കുഴപ്പം പിടിച്ച കേസാണെന്നാണ് തോന്നണേ, അതുകൊണ്ടാണ് അമ്മ പോയത്. അപ്പോൾ കൊച്ചു പറയും, നമുക്കൊരു കാര്യം ചെയ്താലോ, അമ്മയുടെ കൂടെയുള്ള ആളില്ലേ, ആ ഗ്രേ കളർ കാണുന്നുള്ള അയാളെ വിളിച്ചാലോ? അവർ ഹെസ്സിനെ വിളിക്കുകയാണ്. ഹെസ് ആണെങ്കിൽ ബോസ് അയച്ചു കൊടുത്ത ജെൻസിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ഫോട്ടോസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് ഇവർ വിളിക്കുന്നത്. ഹെസ് ഫോൺ എടുക്കുമ്പോൾ അപ്പുറത്തുനിന്ന് പറയും, ഞാൻ തുളിൻ്റെ ഫാദറാണ്, മോളെ വിളിച്ചിട്ട് കിട്ടണില്ല, കൊച്ചിനാണെങ്കിൽ എന്തോ പറയാനുണ്ട്. ലേ ഫോൺ മേടിച്ചിട്ട് പറയും, അമ്മയെ കാണുമ്പോൾ പറയണം ഞാൻ ഓക്കെയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന്. ഹെസ് പറയുന്നുണ്ട്, ഞാൻ അമ്മയെ കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ട് വിളിക്കാം, അപ്പോൾ നീ തന്നെ പറഞ്ഞോ. ഇതിനിടയിൽ അവിടെ നിന്ന് അയച്ചു കൊടുത്ത ഫോട്ടോസ് നോക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ ആസ്ട്രിഡ് ഒരു ചെസ്നട്ട് മരത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന പടം ഹെസ് ശ്രദ്ധിക്കണത്. ഹെസ് തനിക്ക് ആ ഓഫീസർ ജോൺ തന്ന ആ ഓറത്തിൻ്റെ ഫാം ഹൗസിലെ ഫോട്ടോസ് നോക്കും. അപ്പം അതിൻ്റെ പേര് തന്നെ ചെസ്നട്ട് ഫാം എന്നാണ്. എന്തോ ഒരു സംശയം. ഹെസ് അവിടേക്ക് പോവാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് റോസ ഈ ഫാം ഹൗസിലെത്താണ്. ക്രിസ്റ്റീനയുടെ പേരും വിളിച്ച് അങ്ങോട്ട് ഓടിച്ചെല്ലാണ്. ജെൻസ് വേഗം പുറത്തേക്ക് വരും. റോസയുടെ അടുത്ത് അകത്തേക്ക് വരാൻ പറയും. റോസ ക്രിസ്റ്റീൻ്റെ പേരും വിളിച്ച് അകത്തിങ്ങനെ അന്വേഷിച്ച് നടക്കാണ്. ജെൻസ് പറയും, നീ പൊളിറ്റിക്സിൽ വന്ന സമയത്ത് തന്നെയാണ് ഞാൻ ഈ ഫാം ഹൗസ് മേടിച്ചത്. എന്നിട്ട് റോസയ്ക്ക് ഓരോ മുറിയായിട്ട് ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇവിടെയാണ് അച്ഛനെ ഇരുന്ന് TV കണ്ടിരുന്നത്, അമ്മ ഇവിടെയാണ് ജോലി ചെയ്തിരുന്നത്. അപ്പോൾ റോസ പറയുന്നുണ്ട്, ശരിയാണ്, അന്ന് ഞാൻ നുണ പറഞ്ഞതാണ്, പക്ഷേ എനിക്ക് അതിൻ്റെ ഭവിഷ്യത്ത് അറിയില്ലായിരുന്നു. നിനക്ക് എന്നോടല്ലേ ദേഷ്യമുള്ളത്, എൻ്റെ മോളെവിടെയാ? അപ്പോൾ ടോക്ക് പറയുന്നുണ്ട്, ഇല്ല, നിനക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു നീ എന്താ പറയണേന്ന്. എന്നിട്ട് ഡൈനിങ് റൂമിലേക്ക് വിളിച്ചോണ്ട് പോവാണ്. നോക്കുമ്പോൾ അവിടെ തുളിനെ കൈയും വായും കെട്ടി കസേരയിൽ ഇരുത്തിയേക്കാണ്.
അവിടെ ചെന്നിരിക്കാൻ പറയും. എന്നിട്ട് പറയും, ഞാൻ എൻ്റെ സഹോദരിയെ വിളിച്ചതാ, പക്ഷെ അവൾക്ക് വരാൻ പറ്റിയില്ല. നമുക്ക് കുട്ടിക്കാലത്ത് ചെയ്ത പോലെ ചെസ്നട്ട് വച്ച് ഫാമിലിയെ ഉണ്ടാക്കാമെന്നും പറഞ്ഞ് റോസയുടെ അടുത്ത് ടേബിളിൽ ഇരുന്ന ചെസ്നട്ട് എടുക്കാൻ പറയും. ഇതിനിടയിൽ റോസ് ചോദിക്കുന്നുണ്ട്, എന്നോടുള്ള ദേഷ്യം കാരണമാണോ നീ അവരെല്ലാം കൊന്നത്? ജെൻസ് പറയുന്നുണ്ട്, അല്ല, ഞാൻ ആ കുട്ടികളെയൊക്കെ രക്ഷിക്കുമായിരുന്നു. അവർക്ക് അമ്മയുള്ളതും ഇല്ലാത്തതും ഒരുപോലെയാണ്. തുളിനാണെങ്കിൽ ഇതിനിടയിൽ കയ്യിലിരുന്ന താക്കോൽ ഉപയോഗിച്ചിട്ട് കെട്ടുമുറിക്കുന്നുണ്ടായിരുന്നു. റോസ ചോദിക്കുന്നുണ്ട്, എൻ്റെ മോളെവിടെയാ? ജെൻസ് പറയും, നമ്മൾ പാടിയിരുന്ന ആ ചെസ്നട്ട് മാൻ്റെ പാട്ട് പാടാൻ. റോസ അത് പാടാണ്. പെട്ടെന്ന് അവിടെ ഇരുന്ന ഒരു സ്ക്രൂ ഡ്രൈവർ പോലത്തെ സാധനം എടുക്കാൻ പോകുമ്പോഴേക്കും ജെൻസ് അതെടുത്തിട്ട് റോസയുടെ കയ്യിൽ കുത്താണ്. ഒച്ച കേൾക്കാതിരിക്കാനായിട്ട് വാ പൊത്തിപ്പിടിക്കും. എന്നിട്ട് പറയും, വാ, ഞാനും എൻ്റെ സഹോദരിയും കിടന്നിരുന്നത് എവിടെയാന്ന് കാണിച്ചു തരാമെന്നും പറഞ്ഞ് ബേസ്മെൻറ്റിലേക്ക് കൊണ്ടുപോവാണ്. ഹെസ് ബോസിനെ വിളിച്ചിട്ട് പറയാണ്, ഞാൻ മോണിൽ തന്നെയുണ്ട്. ഇങ്ങനെ ഇവർ ഓരോന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഫാം ഹൗസിൻ്റെ അടുത്തുള്ള ചെസ്നട്ട് മരം കാണും. ആൾ വേഗം തന്നെ വണ്ടി നിർത്തിയിട്ട് ഞാൻ ഇപ്പോൾ തന്നെ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യും. നോക്കുമ്പോൾ ഈ ഫാം ഹൗസിലേക്ക് പോകാനുള്ള വഴിയും കാണും. ഹെസ് അങ്ങടേക്ക് പോവാണ്. ജെൻസ് റോസയുടെ കൈയും വായുമൊക്കെ കെട്ടി ബേസ്മെൻറ്റിൽ ടേബിളിൽ കിടത്തിയേക്കാണ്. അപ്പം ജെൻസ് പറയുന്നുണ്ട്, ശരിക്കും പറഞ്ഞാൽ നീ കാരണമാണ് ഞാൻ എൻ്റെ ലൈഫിൻ്റെ ലക്ഷ്യം കണ്ടെത്തിയത്. അതുകൊണ്ട് അധികം വേദനിപ്പിക്കാതെ എല്ലാം ഞാൻ പെട്ടെന്ന് ചെയ്ത് തീർക്കാം. എന്നിട്ട് ഒരു ചെറിയ കട്ടിങ് മെഷീൻ പോലത്തെ സാധനം എടുത്തിട്ട് ഇങ്ങനെ കൈപ്പത്തി ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുക. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് റോസയുടെ ബോധം പോവും. പെട്ടെന്ന് CCTV നോക്കുമ്പോൾ മുറ്റത്തൊരു കാറ് വരണം കാണും. അത് ഹെസ്സിൻ്റെ ആയിരിക്കും. ഹെസ് ഗണ്ണും എടുത്തുകൊണ്ട് അകത്തേക്ക് കയറാണ്. തുളിനെയാണെങ്കിൽ കെട്ടി ഒരു ബാത്ത് ടബിൽ ഇട്ടേക്കാണ്. ഹെസ് അകത്ത് കയറിയിട്ട് ബേസ്മെന്റിലേക്ക് ചെല്ലാണ്. അവിടെ ചെല്ലുമ്പോൾ റോസ ഇങ്ങനെ ടേബിളിൽ കിടക്കണ കാണുന്നുണ്ട്. ഡോറിന്റെ ബാക്കിൽ ഒളിച്ചിരുന്ന ജെൻസ് ഹെസ്സിനെ അടിച്ചിടാണ്. എന്നിട്ട് 2-3 ചവിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കും, നീ ഇവിടെ വന്നേക്കണത് ആർക്കൊക്കെ അറിയാം? അപ്പോൾ ഹെസ് പറയും, ബോസിന് മാത്രം. അപ്പോൾ കാണിക്കുന്നുണ്ട് പോലീസുകാർ ഹെസ്സിൻ്റെ ഫോൺ ട്രാക്ക് ചെയ്തിട്ട് ഇങ്ങടേക്ക് വരുന്നത്. തുളിൻ ഒരു വിധത്തിൽ കയ്യിൽ കെട്ടിയിരുന്ന ടേപ്പൊക്കെ മുറിച്ചെടുക്കാണ്. ഇനിയിപ്പോൾ അധികം സമയമില്ലാന്ന് മനസ്സിലാക്കിയ ജെൻസ് ബേസ്മെന്റിൽ മുഴുവൻ പെട്രോൾ ഒഴിക്കുകയാണ്. ഹെസ് പറയുന്നുണ്ട്, റോസ അന്ന് കുട്ടിയായിരുന്നില്ലേ, അവൾക്കറിയില്ലല്ലോ നിന്നെ ഇങ്ങടാ കൊണ്ടുവരണേന്ന്. ജെൻസ് പറയും മിണ്ടാതിരിക്കാൻ. ഹെസ്സിന്റെ മേത്തും കുറെ പെട്രോൾ ഒഴിക്കുന്നുണ്ട്. ബേസ്മെന്റിന്റെ ഡോർ അടച്ചിട്ട് ജെൻസ് പോവാണ്. ഹെസ് റോസയെ തട്ടി എണീപ്പിക്കുന്നുണ്ട്. തുളിൻ നോക്കുമ്പോൾ ജെൻസ് വീട് മുഴുവൻ പെട്രോൾ ഒഴിക്കുന്നത് കാണും. തുളിൻ ജനൽ തുറന്ന് പുറത്തേക്ക് ചാടും. എന്നിട്ട് കാറിന്റെ ചില്ല് പൊട്ടിച്ച് അതിലുണ്ടായിരുന്ന ജെൻസിന്റെ ഗണ്ണും എടുത്തുകൊണ്ട് അകത്തേക്ക് ചെല്ലാണ്. ചെന്ന സ്പീഡിൽ തന്നെ ഒരു അടി കിട്ടി മുറ്റത്തേക്ക് വീഴാണ്. ഹെസ് റോസയുടെ മുറിഞ്ഞ കൈ ടേപ്പ് വെച്ച് ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന CCTV നോക്കുമ്പോൾ ജെൻസ് തുളിനെ വലിച്ചുകൊണ്ട് കാറിലേക്ക് പോണത് കാണും. ജെൻസ് കയറി വന്ന് ആ വീടിന് തീയിടാണ്. ബേസ്മെന്റിൽ ഹെസ് കട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന ജനലിൻ്റെ കമ്പി ഡ്രില്ല് ചെയ്യാണ്. നോക്കുമ്പോൾ തീയെ ബേസ്മെന്റിന്റെ താഴെ വരെ എത്തിയിട്ടുണ്ട്. ഒരു വിധത്തിൽ റോസയെ അതിൽ കൂടി കടത്തിവിടും. എന്നിട്ട് താഴെ കിടന്ന ഗണ്ണും എടുത്തുകൊണ്ട് ഹെസ്സും ചാടുകയാണ്. അപ്പോഴേക്കും ജെൻസ് കാറും കൊണ്ട് അവിടുന്ന് പോകും. ഹെസ് റോസയുടെ അടുത്ത് ചെന്നിട്ട് പറയും, ഇവിടെ ഇരിക്കുക, ഞാനിപ്പോൾ തന്നെ വരാം. ജെൻസ് പോകുന്നത് ഹെസ് കാണുന്നുണ്ട്. ആ ഫാം ഹൗസിൻ്റെ സൈഡിൽ കൂടി ഓടാണ്. അപ്പോൾ കാറിൽ തുളിനുണ്ട്. കുറച്ച് കഴിയുമ്പോഴേക്കും തുളിന് ബോധം വീഴും. എണീറ്റിട്ട് ജെൻസിൻ്റെ കഴുത്തിന് പിടിക്കും. രണ്ടുപേരും അതിൻ്റെ ഉള്ളിൽ കിടന്ന അടിയാണ്. ജെൻസ് തുളിനെ അടിച്ചിടും. അപ്പോഴേക്ക് ഹെസ്സും വരും. ജെൻസ് വണ്ടി സ്പീഡിൽ ഓടിക്കുകയാണ്. തുളിൻ അതിനിടയ്ക്ക് സ്റ്റിയറിംഗ് പിടിച്ച് തിരിക്കും. വണ്ടി സൈഡിലേക്ക് മറിയാണ്. ഹെസ് ചെന്ന് നോക്കുമ്പോൾ വണ്ടി മറിഞ്ഞ് ഇങ്ങനെ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓടിച്ചെന്ന് തുളിനെ അതിൽ നിന്ന് എടുത്ത് മാറ്റും. അവരങ്ങനെ നോക്കുമ്പോൾ ജെൻസ് ഒരു മരക്കൊമ്പ് കുത്തി കയറി അതിലിങ്ങനെ മരിച്ച് കിടക്കാണ്. അപ്പോഴാണ് ജെൻസിൻ്റെ ഫോൺ അടിക്കണം ഒച്ചേക്കണത്. ഹെസ് അതെടുക്കുമ്പോൾ അപ്പുറത്തുനിന്നൊരു ലേഡി ചോദിക്കും, ടോക്ക്, നീ ഓക്കെ അല്ലേ? അപ്പോഴാണ് ഫോണിൽ കൂടി ആ ലേഡി പോലീസിൻ്റെ സൈറൻ്റെ ഒച്ചേക്കണത്. അവർ വേഗം തന്നെ ഫോൺ ഓഫ് ചെയ്തിട്ട് സിമ്മ് പൊട്ടിച്ച് കളയും. പിന്നെ കാണിക്കുന്നത് തുളിനും ഹെസ്സും കൂടി ബോസിനെ കാണാൻ ചെല്ലാണ്. അപ്പം എല്ലാവരും കൂടി ഒരു സ്ഥലത്തേക്ക് പോവാണ്. ബോസ് പറയും, ഇന്നലെ ജെൻസിന് വന്ന കോളിൻ്റെ ടവർ ലൊക്കേറ്റ് ചെയ്തു. അത് പോളണ്ടിൻ്റെ ബോർഡറിലാണ്. ഒരു വില്ലേജിൻ്റെ അടുത്ത് ഒരു ഒറ്റപ്പെട്ട വീട് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വില്ലേജിൽ ഒരാൾ ജെൻസ് ഇടയ്ക്കിടെ അവിടെ വന്നു പോണത് കണ്ടിട്ടുണ്ട്. തുളി നോക്കുമ്പോൾ റോസിയും ഹസ്ബൻഡും ഉണ്ട്. അപ്പോൾ എന്നിട്ട് ബോസ് പറയും, അവിടെയുള്ളവരാരും ആ വീട്ടിൽ കുട്ടിയെ കണ്ടിട്ടില്ല, ഒരു ലേഡി മാത്രമാണ് അവിടെ താമസിക്കണമെന്നാണ് പറഞ്ഞത്. പിന്നെ കാണിക്കുന്നത് ആ വീടാണ്. ജെൻസിൻ്റെ സിസ്റ്റർ ഒരു കാറ് വരണ ഒച്ച കേട്ട് പുറത്തേക്ക് ഇറങ്ങും. നോക്കുമ്പോൾ ഒരാൾ വന്ന് ഒരു പേപ്പർ കാണിച്ചിട്ട് ചോദിക്കും, നിങ്ങളിവിടെ വാട്ടർ ഡാമേജിൻ്റെ വല്ല കംപ്ലൈൻറ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നോ? അപ്പോൾ അവർ വേഗം ചെന്നിട്ട് ആ പേപ്പർ നോക്കാൻ നേരത്ത് അവരെ അറസ്റ്റ് ചെയ്യാണ്. അപ്പോൾ അത് പോലീസായിരുന്നു. അപ്പോഴേക്കും ബാക്കിലിരുന്ന കുറേ പോലീസുകാരൊക്കെ ആ വീട്ടിലേക്ക് കയറി ചെല്ലാണ്. ഹെസ് വന്നിട്ട് ആസ്ട്രിഡിനോട് ചോദിക്കും, ക്രിസ്റ്റീൻ എവിടെയാണെന്ന്. അപ്പോൾ അവർ തിരിച്ച് ചോദിക്കുന്നു, ടോക്ക് മരിച്ചോ? ഹെസ് പറയും, ഉവ്വ. ഇവർ ചെന്ന് അകത്ത് നോക്കുമ്പോൾ ബേസ്മെൻറ്റിൽ ഒരു മുറി ലോക്ക് ചെയ്തേക്കാണ്. പിന്നെ കാണിക്കുന്നത് കുറച്ച് ദൂരം മാറി റോസയും ഹസ്ബൻഡും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ റോസ പറയും കുറച്ച് കഴിയുമ്പോൾ, എന്തോ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, നമുക്ക് ഉടനെ തന്നെ വീട്ടിലേക്ക് പോകാം, എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല.
അവരങ്ങനെ തന്നെ നോക്കുമ്പോൾ തുളിൻ്റെ ഹെസിൻ്റെയും കൂടെ ക്രിസ്റ്റീൻ വരുന്നത് കാണണം. ഓടിച്ചെന്ന് ഇവരെ കെട്ടിപ്പിടിക്കും. പിന്നെ കാണിക്കുന്നത് രാവിലെ തുളിൻ ചെന്ന് ഹെസിനെ എയർപോർട്ടിൽ കൊണ്ടുവന്ന് വിടാണ്. അപ്പോൾ പോകാൻ നേരം ലേ വരച്ച ഒരു പടം കൊടുക്കുന്നുണ്ട്. നോക്കുമ്പോൾ ഒരു ഫാമിലി ട്രീയുടെ പടമാണ്. അതിൽ ഹെസിൻ്റെ പടവും കൂടി ഒട്ടിച്ചിട്ടുണ്ട് ഇവരുടെ ഫാമിലിയിൽ. അവിടെ നിന്ന് കട്ട് ചെയ്ത് കാണിക്കുന്ന ലിനസിനെയാണ്. ലിനസിനെ കോടതി വെറുതെ വിടും. അപ്പോൾ അഡ്വക്കേറ്റ് പറയുന്നുണ്ട് നമുക്കിനി കോമ്പൻസേഷനും കൂടെ മേടിക്കണം. ലിനസ് ഓക്കെ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാണ്. അങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ ദൂരെ ആരെയോ കണ്ടിട്ട് ലിനസ് അങ്ങോട്ട് ഓടിച്ചെല്ലുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ സീരീസ് അവസാനിപ്പിക്കുന്നത്.